നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ ഷീറ്റ് വിലയിൽ ചാഞ്ചാട്ടം. കൊച്ചി, കോട്ടയം വിപണികളിൽ റബ്ബർ ഷീറ്റിന് വിൽപ്പനക്കാർ കുറഞ്ഞത് കണ്ട് ടയർ വ്യവസായികൾ 4ാം ഗ്രേഡ് ഷീറ്റ് വില ഉയർത്തി. വാരാന്ത്യ നിരക്ക് 187 രൂപയിലായിരുന്നു കിലോയ്ക്ക്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെറുകിട വ്യവസായികൾ 5ാം ഗ്രേഡ് 184 രൂപയ്ക്ക് ശേഖരിച്ചു. ലാറ്റക്സ് വില ഉയർത്താൻ വാങ്ങലുകാർ താൽപ്പര്യം കാണിച്ചില്ല. അനുകൂല കാലാവസ്ഥയിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് പുരോഗമിക്കുന്നു. ഇലപൊഴിച്ചിൽ വ്യാപകമായതോടെ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത ചുരുങ്ങി. കനത്ത മഴ മൂലം തായ്ലൻഡിലെ പല ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് സ്തംഭിച്ചതോടെ ബാങ്കോക്കിൽ ഷീറ്റ് വില 19,500 രൂപ വരെയും ഉയർന്നു കിൻഡലിന്. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര രംഗം ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി. വ്യവസായികൾ ഷീറ്റ് സംഭരണം ശക്തമാക്കാനുള്ള നീക്കം. ജപ്പാൻ ഒസാക്കയിൽ ഉൽപ്പന്ന വില കിലോ 350 യെന്നിലേക്ക് ഉയർത്തി. കഴിഞ്ഞ വർഷം മാർച്ചിന് ശേഷം ഈ നിലവാരത്തിലേക്ക് റബ്ബർ തിരിച്ചുവരവ് നടത്തുന്നത് ആദ്യമാണ്. സാങ്കേതികമായി വീക്ഷിച്ചാൽ 359 യെന്നിലെ ആദ്യ പ്രതിരോധം മറികടന്നാൽ 366 വരെയും ഉയരാം. നിലവിൽ 330 യെന്നിലാണ് റബ്ബറിന് ആദ്യ താങ്ങ്. അവധി വ്യാപാരത്തിൽ ചൈന വില ഉയർത്തിയതോടെ കൊച്ചിയിൽ ടയർ കമ്പനികൾ റബ്ബർ വില ഉയർത്തി. കിലോയ്ക്ക് 3 രൂപ വരെയും വില ഉയർത്തിയാണ് റബ്ബർ വാങ്ങിയത്. ഉൽപ്പാദനം കുറഞ്ഞതോടെ വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറവായിരുന്നു. 206 രൂപയിൽ വിൽപ്പന തുടങ്ങിയ ചൈന 209 രൂപ വരെയും വില ഉയർന്ന് വ്യാപാരം നടന്നതോടെ അത്യാവശ്യക്കാരായ വൻകിട ടയർ കമ്പനികൾ റബ്ബർ കിലോ 188 രൂപ വരെയും വില ഉയർത്തി വാങ്ങി. വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറഞ്ഞാൽ വീണ്ടും വില കൂടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും കർഷകരും. ആഗോള കുരുമുളക് വിപണിയിൽ സ്റ്റോക്കിസ്റ്റുകൾ പിടിമുറുക്കി. യൂറോപ്യൻ ബയ്യർമാർ കയറ്റുമതി മേഖലയുമായി വിലപേശുന്നു. മലേഷ്യൻ പാം ഓയിൽ വിലയിലെ ഇടിവ് ദക്ഷിണേന്ത്യൻ കൊപ്രയാട്ട് വ്യവസായികളെ ആശങ്കയിലാക്കി. ഏഷ്യൻ രാജ്യങ്ങളിൽ റബ്ബർ ഉൽപ്പാദനം കർഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. അവസര നേട്ടമാക്കാനുള്ള ശ്രമത്തിൽ അവധി വ്യാപാര രംഗം. കുരുമുളകിന് ഡിമാൻഡ്. ന്യൂ ഇയർ ആവശ്യങ്ങൾ കഴിഞ്ഞതോടെ കറുത്ത പൊന്നിന് ഡിമാൻഡ് ചുരുങ്ങുമെന്ന നിഗമനത്തിലായിരുന്നു ആഗോള വിപണിയിലെ വൻ സ്രാവുകൾ. എന്നാൽ വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലും കരുതൽ ശേഖരം ചുരുങ്ങിയെന്ന സൂചന പുറത്തു വന്നതോടെ യൂറോപ്യൻ ഇറക്കുമതിക്കാർ തിരക്കിട്ട് രംഗത്ത് തിരിച്ചെത്തി. കയറ്റുമതി രാജ്യങ്ങളിൽ കുരുമുളക് ക്ഷാമം തല ഉയർത്തുന്നത് വാങ്ങലുകാരെ പുതിയ കരാറുകൾക്ക് പ്രേരിപ്പിക്കുന്നു. ഈസ്റ്റർ വരെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ട മുളക് സംഭരണത്തിന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വിയറ്റ്നാമിനെ കൂടുതലായി ആശ്രയിക്കാമെന്ന നിഗമനത്തിലായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ മറ്റു ഉൽപ്പാദക രാജ്യങ്ങളിലേക്ക് ചുവടുമാറ്റേണ്ടി വരുമെന്ന അവസ്ഥയാണ്. ബ്രസീലിയൻ മുളകിൽ സാൽമൊനല്ല ബാക്ടീരിയ സാന്നിധ്യം മുന്നിൽ കണ്ട് ബഹിരാഷ്ട്ര കമ്പനികൾ പലതും അവിടെ നിന്ന് സംഭരണം നിയന്ത്രിക്കുകയാണ്. മലേഷ്യൻ മുളക് വില രാജ്യാന്തര വിപണിയിൽ ഏറ്റവും ഉയർന്നതിനാൽ ബയ്യർമാർ കോലാലംപൂർ വിപണിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇതിനിടയിൽ ബയ്യർമാർ ഇന്ത്യൻ മാർക്കറ്റിലെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നു. മലേഷ്യൻ കുരുമുളക് വിലയെ അപേക്ഷിച്ച് ടണ്ണിന് $950 കുറച്ചാണ് ഇന്ത്യൻ കയറ്റുമതിക്കാർ കൊട്ടേഷൻ ഇറക്കുന്നത്. കേരളത്തിൽ വൈകാതെ വിളവെടുപ്പ് ഊർജിതമാകുന്നത് ചരക്ക് ലഭ്യത ഉയർത്തും. അതേസമയം കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം ഉൽപ്പാദനം ചുരുങ്ങും. ഇക്കാര്യത്തിൽ ആദ്യ റൗണ്ട് വിളവെടുപ്പ് പൂർത്തിയായ ശേഷം മാത്രമേ വ്യക്തത വരൂ. വിയറ്റ്നാമിൽ കുരുമുളകിന് ക്ഷാമം രൂക്ഷം. കയറ്റുമതി മേഖലയുടെ ആവശ്യാനുസരണം ചരക്ക് കണ്ടെത്താനാവാതെ അവർ ഉൽപ്പാദക കേന്ദ്രങ്ങളിൽ ഇറങ്ങിയത് നിരക്ക് അടിക്കടി ഉയർത്തി. കർഷകർ വിളവെടുപ്പ് വേളയിൽ ചരക്ക് വിറ്റഴിച്ചതിനാൽ സ്റ്റോക്ക് നാമമാത്രം. നിലവിൽ കിലോ 1,52,500 ഡോങ്ങിലാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ 1,59,000 ഡോങ്ങിലെ റെക്കോർഡ് മറികടക്കാനുള്ള സാധ്യത തെളിയുന്നു. ഇന്തോനേഷ്യയിൽ നിന്ന് മുളക് സംഭരിക്കാൻ വിയറ്റ്നാം ഡിസംബറിൽ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിയറ്റ്നാം ടണ്ണിന് $6,800, ഇന്തോനേഷ്യ $7,000, ബ്രസീൽ $6,300 ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ വില $8,050 വാരാന്ത്യം കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളകിന് 712 രൂപയായിരുന്നു ഒരു കിലോയുടെ വില. ഉത്തരേന്ത്യൻ മാർക്കറ്റുകൾ കർണാടക കഴിഞ്ഞ വാരം കൈയടക്കിയതോടെ കൊച്ചിയിൽ കുരുമുളക് വില ഇടിഞ്ഞു. കുരുമുളക് വിറ്റ കർഷകർക്ക് കിലോയ്ക്ക് 7 രൂപ നഷ്ടം വന്നു. കൊച്ചി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് കർണാടകയിൽ കുരുമുളക് വിറ്റുവരുന്നത്. തമിഴ്നാട്ടിലെ കാപ്പി കുരുമുളക് കർഷകർക്കിടയിൽ സ്റ്റോക്കുള്ള കുരുമുളക് വിറ്റ് തീർക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കുരുമുളക് ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കൊളംബോ തുറമുഖം വഴിയാണ് ഇന്ത്യയിലേക്ക് കുരുമുളക് ഇറക്കുമതി ചെയ്യുന്നത്. ശ്രീലങ്കൻ ഉൽപ്പന്നമെന്ന
റെസീറ്റിലാണ് വിവിധ രാജ്യങ്ങളിലെ കുരുമുളക് ഇന്ത്യയിലെത്തുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കുരുമുളകിന് ഡിമാൻഡുണ്ട്. ട്രംപിൻ്റെ തീരുവ കണക്കിലെടുത്താൽ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള കയറ്റുമതിക്ക് സാധ്യത കുറവാണ്. കയറ്റുമതി നിരക്ക് ഇന്ത്യ ഒരു ടൺ കുരുമുളകിന് $850, വിയറ്റ്നാം $6600, ശ്രീലങ്ക 6900, ഇന്തോനേഷ്യ 7300, ബ്രസീൽ $6300. ഹൈറേഞ്ചിലെ മികച്ച കാലാവസ്ഥ കണക്കിലെടുത്താൽ ഫെബ്രുവരിയിലും ഏലം വിളവെടുപ്പുമായി മുന്നേറാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം. വിദേശ വാങ്ങലുകാർക്കൊപ്പം ആഭ്യന്തര ഇടപാടുകാരും ലേലകേന്ദ്രങ്ങളിൽ ചരക്ക് സംഭരിക്കാൻ ഉത്സാഹിച്ചു. വാരാന്ത്യം ശാന്തൻപാറയിലെ ലേലത്തിന് വന്ന 21,388 കിലോ ചരക്ക് പൂർണ്ണമായും ലേലം കൊണ്ടു. ശരാശരി ഇനങ്ങൾ കിലോയ്ക്ക് 2,485 രൂപയിലും മികച്ച ഇനങ്ങൾ 2,956 രൂപയിലും കൈമാറി. കൊപ്രയാട്ട് വ്യവസായികൾ ആശങ്കയിൽ. അന്താരാഷ്ട്ര പാം ഓയിൽ വിപണിയിലെ തളർച്ച ദക്ഷിണേന്ത്യൻ കൊപ്രയാട്ട് വ്യവസായികൾ ആശങ്കയോടെ വീക്ഷിക്കുന്നു. മലേഷ്യയിൽ പാം ഓയിൽ അവധി നിരക്ക് ഇടിഞ്ഞതാണ് ആഭ്യന്തര കൊപ്ര മില്ലുകാരെ സമ്മർദ്ദത്തിലാക്കിയത്. കാങ്കയത്ത് വെളിച്ചെണ്ണ വില 22,475 രൂപയായി ഇതിനകം താഴ്ന്നു കിൻഡലിന്. പാം ഓയിലിൻ്റെ തളർച്ച ഇറക്കുമതി വർദ്ധിക്കാൻ ഇടയാക്കിയാൽ അത് വെളിച്ചെണ്ണയെ കൂടുതൽ പിരിമുറുക്കത്തിലാക്കും. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില കിൻഡലിന് 300 രൂപ കുറഞ്ഞ് 30,800 രൂപയായി. കേരളത്തിലും തമിഴ്നാട്ടിലും സ്റ്റോക്കിസ്റ്റുകൾ കൊപ്ര നീക്കം നിയന്ത്രിച്ചാൽ ഒരു പരിധിവരെയും വിലയിടിവ് തടയാനാകും. സ്വർണത്തിന് തിളക്കം കൂടി. കഴിഞ്ഞ വാരം സ്വർണം പവന് 3,400 രൂപയാണ് വില കൂടിയത്. യുക്രൈൻ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണങ്ങളാണ് ആഗോളതലത്തിൽ സ്വർണ്ണവില ഉയർന്നത്. രാജ്യാന്തര വിലയിൽ സ്വർണം ഔൺസിന് കഴിഞ്ഞ വാരം $26 വില കൂടി. വെളിച്ചെണ്ണ വില സംസ്ഥാനത്ത് വീണ്ടും കുറഞ്ഞു. ഡിമാൻഡ് കുറഞ്ഞതാണ് വില വീണ്ടും ഇടിഞ്ഞത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊപ്രയും വെളിച്ചെണ്ണയും ധാരാളമായി സംസ്ഥാനത്തേക്ക് വിൽപ്പനയ്ക്കെത്തിയതും വില ഇടിയാൻ ഇടയാക്കി. കൊച്ചിയിൽ വെളിച്ചെണ്ണ ലിറ്ററിന് 5 രൂപയും കൊപ്ര കിലോ 1 രൂപയും, തൃശ്ശൂർ വെളിച്ചെണ്ണയ്ക്ക് 5 രൂപയും കൊപ്രയ്ക്ക് 1 രൂപയും, കോഴിക്കോട് വെളിച്ചെണ്ണയ്ക്ക് 2 രൂപയും വില കുറഞ്ഞു. കോഴിക്കോട് കൊപ്ര കിലോ 1 രൂപ വില കൂടി. കാങ്കയം മാർക്കറ്റിൽ വെളിച്ചെണ്ണയ്ക്ക് 2 രൂപ വില കുറഞ്ഞു. കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്ററിന് 313 രൂപയും തയ്യാറിന് 308 രൂപ, കൊപ്ര തെളിവ് 188 രൂപ, തയ്യാർ 186 രൂപ, തൃശ്ശൂർ വെളിച്ചെണ്ണ 313 രൂപ, കൊപ്ര 191 രൂപ, കോഴിക്കോട് വെളിച്ചെണ്ണ 334 രൂപ, കൊപ്ര 201 രൂപ, കാങ്കയം വെളിച്ചെണ്ണ 224 രൂപ, കൊപ്ര 170 രൂപ. കൊച്ചിയിൽ കഴിഞ്ഞ വാരം 34,000 ലിറ്റർ വെളിച്ചെണ്ണ വിൽപ്പനയ്ക്കെത്തി. കുളിര് മുതലാക്കി തേയില. തണുപ്പ് കൂടുന്നതോടെ തേയിലയ്ക്ക് നല്ല ഡിമാൻഡും വിലയും കൂടുന്നു. കഴിഞ്ഞ വാരം നടന്ന ലേലത്തിൽ കയറ്റുമതിക്കാർ ഗൾഫ് ഡിമാൻഡിൽ ഇലത്തേയില കിലോ 5 രൂപ വില ഉയർത്തിയാണ് വാങ്ങിയത്. വിവിധ പാക്കറ്റ് വ്യാപാരികൾ പൊടി തേയില കിലോയ്ക്ക് 7 രൂപ വില ഉയർത്തി വാങ്ങി. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടയിൽ തേയില കിലോ 14 രൂപയാണ് വില കൂടിയത്. ഇലത്തേയില 2,15,500 കിലോയും പൊടി തേയില 6,900,000 കിലോയും ലേലത്തിൽ വിൽപ്പനയ്ക്കെത്തി. ലേലത്തിൽ വിൽപ്പനയ്ക്ക് തേയില വരവ് കുറഞ്ഞു തുടങ്ങി. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.